ഈ 500 രൂപ കൊണ്ടൊന്നും നല്ല ഇന്നോസ് മേടിക്കാൻ പറ്റില്ല സച്ചിൻ. എടി നീ 125ന്റെ 4 വാങ്ങിക്ക്, പറ്റുമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ചോദിക്കും. ഞാൻ നല്ലതുപോലെ വേർക്കുന്നുണ്ട് സച്ചിൻ. പല കാരണങ്ങളാൽ ഇന്നോസ് ഒക്കെ പെട്ടെന്ന് ചീത്തയാവും. എനിക്കിപ്പോ എല്ലാ കാര്യത്തിനും ഇങ്ങനെ എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഒന്ന് അറിഞ്ഞു ചെയ്തുകൂടെ? അറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ വന്ന് നിന്റെ അത്യാവശ്യം എന്താണ് അനാവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ജോലിക്ക് പോകാന്നും വെച്ച് വീട്ടിലെ പണിയൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഈ അടുക്കളയുടെ കോലൊന്നും നോക്ക് നീ. അമ്മ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇപ്പൊ ഇറങ്ങിയ തന്നെ ലേറ്റ് മാർക്ക് വീഴും. പോത്ത് പോലെ കിടന്ന് ഉറങ്ങാതെ കുറച്ചുകൂടെ നേരത്തെ എണ്ണിക്കണം, അപ്പൊ സമയം കിട്ടും. അമ്മ ഞാൻ ചെയ്യില്ലെന്നല്ലല്ലോ അമ്മ പറഞ്ഞേ. ഞാൻ തന്നെ ഇല്ലേ എന്നും വന്ന് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് വൈകിട്ട് വന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തോളാം. അതൊന്നും പറ്റൂല. ഓഫീസിൽ നിന്ന് നീ വരുന്നിടം വരെ ഇതിങ്ങനെ വൃത്തികേടായി കിടക്കണോ? ആ വന്നോ ജോലിക്കാരി? പോയി ചപ്പാത്തി ഉണ്ടാക്ക്, മനുഷ്യന് വിശക്കുന്നു. അമ്മ രാവിലത്തെ ചോറ് ബാക്കിയില്ലേ അമ്മ? എനിക്കൊന്നും ഒട്ടും വയ്യ, ഓടി ഓടി മടുത്ത്. എനിക്ക് ഷുഗർ ആണെന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലേ? അമ്മ ബസ്സിൽ നിന്ന് തൂങ്ങിയാ വന്നത്, സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, ഇപ്പൊ എന്റെ കൈ വയ്യ. ആ മോനെ, ഞാൻ ഈ മേശയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് കരുതി. ഈ വയ്യാത്ത കൈയും വെച്ചാ അമ്മയുടെ ഒന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഓ, എനിക്ക് വയ്യാന്നൊക്കെ ആർക്കാ ഇവിടെ ഒരു തോന്നല്? അമ്മ അവിടെ നിന്ന് ഡൈനിങ് ടേബിളിൽ ഉടയ്ക്കുന്നു. അമ്മയുടെ കൈ വയ്യാത്തതല്ലേ, അമ്മയെ കൊണ്ട് എന്തിനാ അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ല അമ്മ അത് ചെയ്യുന്നത്. പിന്നെ ശമ്പളം കിട്ടിയ? ആ വൈകിട്ട് ക്രെഡിറ്റ് ആയി. ശരി, എന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ മറക്കല്ലേ. സച്ചിനെ, എനിക്ക് ഓട്ടോയ്ക്ക് പോകാൻ പൈസ വരും. ഇപ്പൊ ബസ് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. ഡ്രസ്സ് വാങ്ങാൻ തന്നതിന്റെ ബാക്കി കാണത്തില്ലേ നിന്റെ? ഞാൻ അത് എന്തിനോ വേണ്ടി ഉപയോഗിച്ചു. എനിക്കിപ്പോ കണക്ക് കാണിക്കാൻ സമയമില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്തേക്കാം. പിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം വരാൻ ലേറ്റ് ആവും. ഓഫീസിലൊരു പാർട്ടി ഉണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പുറത്തോട്ട് പോകും. ഈ മദ്യത്തിന് ചെലവാക്കുന്ന പൈസ സേവിങ്സിൽ നിന്നല്ലേ എടുക്കുന്നത്? വീട് വാങ്ങണമെന്ന് വെച്ചിട്ട് തന്നെ ഞാനും അധിക ചെലവുകളെല്ലാം ഒഴിവാക്കുന്നത്. ഞാൻ ഈ കമ്പനിയുടെ മാനേജറായിട്ട് 2 വർഷമായി. ഇതുപോലെ ലേറ്റ് ആയിട്ടൊന്നും എംപ്ലോയിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തനിക്ക് ഞാൻ ഒരു മെമ്മോ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്താ വന്നുടനെ ചടഞ്ഞുകൂടി അങ്ങ് ഇരിക്കുന്നത്? നാളത്തേക്ക് പോയി കുറച്ച് പച്ചക്കറി അരിഞ്ഞു വെക്കും. പിന്നെ ഞാനും സച്ചിനും കൂടെ ഒന്ന് പുറത്തു പോകുന്നു. ഞാൻ നോക്കി ഈ സാരി എങ്ങനെയുണ്ട്? സച്ചിൻ എനിക്ക് മേടിച്ചോണ്ട് വന്നതാണ്.